ഒരു മാസത്തേക്ക് വേറെ സ്നാക്സ് ഒന്നും തേടി പോകണ്ട. ഇത് സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബോളിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു പിഞ്ച് അളവിൽ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ചേർത്ത് നല്ലതുപോലെ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റിയിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ എല്ലാ മാവും നമ്മളൊന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇനി ഓരോ പരത്തിയെടുത്തതിന്റെ മുകളിലേക്ക് ഒരല്പം നെയ്യും കുറച്ച് മൈദ മാവും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഇതിന് മുകളിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ പരത്തിയെടുത്ത ഓരോന്നും ഇതിന് മുകളിലേക്ക് വെച്ച് ഒന്ന് അടുക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കൊരു കത്തി വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി വീണ്ടും ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ട് സൂപ്പറായിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമ്മീസ് കിച്ചൻ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.